എൻ്റെ എത്രയും പ്രിയപ്പെട്ട അമ്മമാർക്കും സജ്ജനങ്ങൾക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടും കയ്യിൽ പണം നിൽക്കുന്നില്ലേ? കടം വീട്ടാൻ നോക്കുമ്പോൾ അതിലും വലിയ പുതിയ കടങ്ങൾ വന്ന് മൂടുകയാണോ? വീട്ടു ചിലവുകൾ നടത്താൻ പോലും അമ്മമാർ ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണോ ഇത്? കർക്കിടക മാസം അടുത്തെത്തുമ്പോൾ പലരുടെയും മനസ്സിൽ ഒരു വാക്ക് ഓർമ്മ വരും, പഞ്ഞക്കർക്കടകം അല്ലെ? ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ചിലരുടെ മനസ്സിൽ ഒരു ചെറിയ ഭയവും ഉണ്ടാവും. ഈ മാസം നമുക്ക് എങ്ങനെയായിരിക്കും? വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും? സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടുമോ? അമ്മമാരെ, ഇന്ന് പല കുടുംബങ്ങളിലും ഇതേ ആശങ്കകളാണുള്ളത്. വീട്ടിലെ ചെലവുകള്, കുട്ടികളുടെ ആവശ്യങ്ങള്, കടബാധ്യതകള്, നാളെക്കുറിച്ചുള്ള ചിന്തകള്. അങ്ങനെ സാമ്പത്തികമായി നിങ്ങൾ തകർന്നു നിൽക്കുന്ന ഈ സമയത്താണ് ജൂലൈ 17 വറുതിയുടെ പഞ്ഞക്കർക്കിടകം വരുന്നത്. നിങ്ങളുടെ വീട്ടിലെ സാമ്പത്തിക ദാരിദ്ര്യം ഇരട്ടിയാക്കാൻ ഈ മാസത്തിന് കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ അതിലധികം അതിശയോക്തിയില്ലല്ലേ? പക്ഷെ പേടിച്ചിട്ട് കാര്യമുണ്ടോ? ഈ കർക്കിടകം തുടങ്ങുന്നതിന് മുൻപ് അമ്മമാരെല്ലാവരും ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ നിങ്ങളുടെ വീട്ടിലെ കടവും ദാരിദ്ര്യവും പടിയിറങ്ങി പൂർണ്ണമായി ഐശ്വര്യം വരുന്നതാണ്. ഇത് വെറും ഒരു വാക്കല്ല, അനുഭവമാണ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അമ്മമാരുടെ ഇന്നത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കുള്ള 5 ഉടനടിയുള്ള പരിഹാരങ്ങളെ കുറിച്ചാണ്. ഒരൊറ്റ ഭാഗം പോലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ. കാരണം ഇത് നിങ്ങളുടെ കുടുംബത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നങ്ങളിലേക്ക് ഭഗവാൻ കാട്ടിത്തരുന്നൊരു വെളിച്ചമാണ് എന്ന് ഉറപ്പായിട്ടും വിശ്വസിക്കുക കേട്ടോ. എന്തുകൊണ്ടാണ് കർക്കിടകത്തിൽ മാത്രം മിക്കവരുടെയും ബിസിനസ്സുകൾ തകരുന്നത്? എന്തുകൊണ്ടാണ് ഈ മാസത്തിൽ കൂടുതൽ കടബാധ്യതകൾ ഉണ്ടാകുന്നത്? ഈ മാസത്തിന്റെ അന്തരീക്ഷം തന്നെ നെഗറ്റീവ് എനർജി നിറഞ്ഞതാണ്. കനത്ത മഴ, സൂര്യപ്രകാശത്തിന്റെ കുറവ്, രോഗങ്ങള്, ഇതെല്ലാം മനുഷ്യന്റെ ചിന്തകളെ നെഗറ്റീവ് ആക്കും. മനസ്സ് മടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റായി പോവും. ബിസിനസ്സിലും ജോലിയിലും ശ്രദ്ധ കുറയും, ഫലമോ സാമ്പത്തിക തകർച്ച. ഇങ്ങനെയാണ് മിക്കവരുടെയും ബിസിനസ് ഈ ഒരു സമയത്ത് തകർന്നു പോകുന്നത്. പണ്ട് കാലത്ത് ഇതിനെ ചേട്ടാ ഭഗവതി അഥവാ ദാരിദ്ര്യ ദേവത വീടുകളിൽ കയറുന്ന കാലം എന്ന് പറയുമായിരുന്നു അല്ലെ? മുത്തശ്ശിമാരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ നെഗറ്റീവ് എനർജി വീട്ടിൽ നിന്ന് പായിച്ച് ലക്ഷ്മി ദേവിയെ അഥവാ സാമ്പത്തിക ഐശ്വര്യത്തെ വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ അമ്മമാർ ചെയ്യേണ്ട ആ 5 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണം. അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പ്രിയപ്പെട്ട അമ്മമാരെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആദ്യം തളരുന്നത് പലപ്പോഴും വീട്ടിലെ അമ്മമാരുടെ മനസ്സ് തന്നെയാണല്ലേ? അച്ഛന്മാരൊക്കെ ആവും കൂടുതലായിട്ടും ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. എങ്കിലും മാനസികമായിട്ടൊരു തളർച്ച ആദ്യം അനുഭവപ്പെടുന്നത് അമ്മയ്ക്ക് തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുമ്പോഴും സ്വന്തം വിഷമങ്ങൾ പലപ്പോഴും ആരോടും പറയാതെ ഉള്ളിൽ ഒതുക്കി വെക്കുന്നവരാണ് പല അമ്മമാരും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത്തരം സമയങ്ങളിൽ നമ്മുടെ പൂർവികർ ചില നല്ല ശീലങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയിരുന്നു. ഒന്നാമത്തെ പരിഹാരം, ഞാൻ 5 പരിഹാരങ്ങളുണ്ട്. 5 കാര്യങ്ങൾ കൃത്യമായിട്ട്, അതായത് ഞാൻ ഈ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ കൃത്യമായിട്ട് അമ്മമാര് ഈ ഒരു കർക്കിടക മാസത്തിൽ നോൽക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അമ്മമാരുടെ കുടുംബത്തിൽ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന ദാരിദ്ര്യ ദുഃഖങ്ങള്, കടബാധ്യതകൾ ഇവയെല്ലാം പൂർണ്ണമായിട്ടും മാറുമെന്നാണ് പറഞ്ഞു വരുന്നത്. അതുമാത്രമല്ല, കർക്കടകത്തിന്റെ പഞ്ഞക്കർക്കടകം എന്ന ഒരു ടൈറ്റില് തന്നെ കർക്കടകത്തിന് കൊടുത്തിട്ടുണ്ടല്ലേ? അതിന്റെ പേടിയും പല അമ്മമാരുടെയും മനസ്സിലുണ്ട്. അതൊക്കെയാണ് ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞത്. അപ്പൊ അമ്മമാർ എന്തൊക്കെയാണ് 5 കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഞാനൊന്ന് പറയട്ടെ, ശ്രദ്ധയോട് കേൾക്കണേ കേട്ടോ. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ലക്ഷ്മി വാരം എന്ന് പറയാം, സാമ്പത്തിക അച്ചടക്കം ഉണ്ടാവുക എന്നതാണ്. അതായത് വരവും ചെലവും വളരെയധികം ശ്രദ്ധിക്കുക. കർക്കിടക മാസം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. ആവശ്യവും അനാവശ്യവും നമ്മൾ തിരിച്ചറിയുക. ചെറിയ ചിലവുകൾ പോലും ശ്രദ്ധിച്ച് വീട്ടിലെ വരവ് ചെലവ് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് കുടുംബത്തിന്റെ സമാധാനത്തിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കർക്കിടക മാസത്തില് 1 രൂപ പോലും അനാവശ്യമായി ചെലവഴിക്കാൻ പാടില്ല എന്നൊരു ഉറച്ച തീരുമാനം മനസ്സുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ മാസത്തെ അനാവശ്യ ചിലവുകൾ ഉറപ്പായിട്ടും നിങ്ങളുടെ കടം ഇരട്ടിയാക്കും. അമ്മമാരെല്ലാവരും ഒരു ഡയറി എടുത്ത് എല്ലാ ചിലവുകളും കൃത്യമായിട്ട് എഴുതി വെക്കുക കേട്ടോ. വരവിനേക്കാൾ കൂടുതൽ 1 പൈസ പോലും ചിലവാക്കില്ല എന്ന് അമ്മമാർ തീരുമാനിച്ചാൽ ഉറപ്പായിട്ടും ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. ഇതൊന്ന് പ്രാവർത്തികമാക്കാൻ എല്ലാ അമ്മമാരും ഒന്ന് ശ്രമിക്കൂ. ഇനി രണ്ടാമത്തെ പരിഹാരം ഞാൻ പറയട്ടെ.
സന്ധ്യാസമയത്ത് നമ്മൾക്ക് വീട്ടിലെ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും തുളച്ചു മാറ്റാൻ സാധിക്കും. അതെങ്ങനെയാണെന്നല്ലേ? കർക്കടകത്തിൽ വീട് എപ്പോഴും ഇരുണ്ട് കിടക്കാൻ സമ്മതിക്കരുത്. അതായത് ഒരിക്കലും വീട് ഇരുട്ടിലാക്കരുത്. വൈകുന്നേരം 6 മണിക്ക് മുൻപ് തന്നെ വീടും പരിസരവും വൃത്തിയാക്കി ഉമ്മറത്ത് നിലവിളക്ക് കൊളുത്തണം. വിളക്കിന്റെ വെളിച്ചവും കർപ്പൂരത്തിന്റെയോ ചന്ദനത്തിരിയുടെയോ സുഗന്ധവും വീട്ടിലെ നെഗറ്റീവ് എനർജിയെയും ദാരിദ്ര്യ ചിന്തകളെയും ഇല്ലാതാക്കും. അതിന് വരെ ശക്തിയുണ്ട്. അതുകൊണ്ട് ഒരു 6 മണിക്ക് മുൻപായിട്ട് എല്ലാം അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ട് നിലവിളക്ക് കൊളുത്തി വെക്കുക. 6:30 മുൻപായിട്ട്. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഉറപ്പായിട്ടും ഈ ഒരു കാര്യം ചിട്ടയോടുകൂടി പാലിക്കാൻ ശ്രമിക്കണം. മൂന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത് രാമായണത്തിലെ സുന്ദരകാന്ഡ പാരായണമാണ്. മിക്ക അമ്മമാരും രാമായണം പൂർണ്ണമായിട്ടും പാരായണം ചെയ്യുന്നവരായിരിക്കാം. പൂർണ്ണമായിട്ടും പാരായണം ചെയ്യുന്നവർ അത് തന്നെ തുടർന്നു പോവുക. ഇനിയും അതിന് സാധിക്കാത്തവർ രാമായണത്തിലെ സുന്ദരകാന്ഡമെങ്കിലും പാരായണം ചെയ്യണം എന്നതാണ്. നിങ്ങൾക്ക് വലിയ കടബാധ്യതകൾ ഉണ്ടെങ്കിൽ, മനസമാധാനം ഇല്ലെങ്കിൽ, ഈ കർക്കടകത്തിൽ രാമായണത്തിലെ സുന്ദരകാന്ഡം വരികൾ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. നമ്മുടെ ഹനുമാൻ സ്വാമി ലങ്കയിൽ പോയി സീതാദേവിയെ കണ്ടെത്തി എല്ലാ പ്രതിസന്ധികളും മാറ്റുന്ന ഒരു ഭാഗമാണിത്. ഇത് കേൾക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ ഭയം മാറ്റി കടം വീട്ടാനുള്ള പുതിയ വഴികൾ കണ്ടെത്താൻ നിങ്ങളെ മാനസികമായി പ്രാപ്തരാക്കും എന്നുള്ളതും കൂടിയാണ്. ഇത് വെറും ഒരു ഭക്തിയല്ല, മൈൻഡ് പ്രോഗ്രാമിംഗ് ആണ് എന്ന് തന്നെ പറയാം. ഇനി അമ്മമാരൊക്കെ രാമായണം വായിക്കുന്നുണ്ടെങ്കിലും മക്കൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുന്നവരാണെങ്കിലും ഉറപ്പായിട്ടും അമ്മമാർ മക്കളോട് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക. സുന്ദരകാന്ഡം പാരായണം ചെയ്യുക. ഇനി പാരായണം ചെയ്യാൻ സാധിച്ചില്ലാച്ചാലും കേൾക്കാമല്ലോ. ഉറപ്പായിട്ട് നമുക്ക് യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് പ്ലേ ചെയ്തൊന്ന് കേൾക്കാൻ പറഞ്ഞു നോക്ക് മക്കളോട്. ഒരുപാട് വിഷമങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവിക്കുന്ന മക്കളുള്ള ധാരാളം അമ്മമാർ ഇത് കേൾക്കുന്നുണ്ടാവും. മക്കൾ ഇതൊന്നും കേൾക്കുന്നുണ്ടാവില്ല. അപ്പൊ അമ്മമാരൊന്ന് പറഞ്ഞു കൊടുക്കൂ കേട്ടോ. സുന്ദരകാന്ഡം നീ ഒന്ന് പ്ലേ ചെയ്ത് കേൾക്കൂ. ഈ കർക്കിടക മാസം പൂർണ്ണമായിട്ടും ഉറപ്പായിട്ടും നിനക്കിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി ഐശ്വര്യം വരും. ആ ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി നീ അതൊന്ന് കേട്ടു നോക്കൂ. അത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് സ്വയം ഒരു ധൈര്യം തന്നെ അനുഭവപ്പെടുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കും. ഒന്ന് കേട്ട് നോക്കൂ എന്ന് നിർബന്ധിക്കേണ്ട അമ്മമാരൊന്ന് പറയൂ കേട്ടോ മക്കളുടെ അടുത്ത്. ഉറപ്പായിട്ടും അവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവർ തന്നെ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഇനി നാലാമത്തെ പരിഹാരം എന്ന് പറയുന്നത് ഉപ്പ് കൊണ്ടുള്ള തറ തുടയ്ക്കലാണ്. നിങ്ങളിൽ പലരും ഇത് കേട്ടിട്ടുണ്ടാവും. അതായത് നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് ഓടിച്ചു മാറ്റാനുള്ള ഒരു കാര്യമാണിത്. കർക്കിടകത്തിൽ വീടിനകത്ത് ഈർപ്പവും അഴുക്കും കൂടുമെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലേ. ഇത് തീർച്ചയായിട്ടും ദാരിദ്ര്യം കൊണ്ടുവരും, ദാരിദ്ര്യം കൂട്ടും നമ്മളുടെ. അതിനാൽ തറ തുടയ്ക്കുമ്പോൾ അല്പം കല്ലുപ്പ് വെള്ളത്തിൽ ചേർക്കുക. ഉപ്പിന് വായുവിലെയും വീടിനകത്തെയും നെഗറ്റീവ് തരംഗങ്ങളെ വലിച്ചെടുക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇത് ചെയ്താൽ ഉറപ്പായിട്ടും വീട്ടിൽ പോസിറ്റീവ് എനർജി വരും എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ പരിഹാരം എന്ന് പറയുന്നത് ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നതാണ്. ഇത് കേൾക്കുമ്പോൾ പലരുടെയും നെറ്റി ചുളിയും അല്ലേ. ഞങ്ങൾ വളരെയധികം കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, അതും കർക്കിടക മാസം വരുമ്പോൾ എങ്ങനെ ദാനധർമ്മങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നായിരിക്കും പലരുടെയും മനസ്സിലുണ്ടാവുക അല്ലേ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ മതി. ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം, അതായത് ഒരുപാട് വിശന്നിരിക്കുന്ന ഒരാൾ നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ആൾ ഭയങ്കരമായിട്ട് വിശന്നിട്ട് നിൽക്കുകയാണെന്നല്ലേ. അപ്പോൾ നമ്മളുടെ വീട്ടിലുണ്ടാക്കിയ ചോറിൻ്റെ ഒരു ഭാഗം കൊടുക്കാം. അത് നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ. ഇനി ചിലർക്ക് അതിനും ബുദ്ധിമുട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. എല്ലാവരുടെയും സാഹചര്യം ഒരിക്കലും ഒരുപോലെയല്ല. ഇതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മളുടെ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാമല്ലോ. അതിന് നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അതായത് നമ്മുടെ കയ്യിൽ പണം ഇല്ലാത്തപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം ഓർമ്മ വേണം. ഈ കർക്കിടകത്തിൽ വിശന്നു വരുന്ന ഒരാൾക്കെങ്കിലും, അതുകൊണ്ടാണ് പറയുന്നത്, ഭക്ഷണം കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. പ്രകൃതിയുടെ ഒരു നിയമമുണ്ട്, അത് അമ്മമാർക്കറിയുമോ? നമ്മൾ കൊടുക്കുന്നത് ഇരട്ടിയായിട്ട് നമ്മൾക്ക് തിരിച്ചു കിട്ടും. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ഉറപ്പായിട്ടും അത് നല്ല കാര്യങ്ങളാണെങ്കിലും മോശം കാര്യങ്ങളാണെങ്കിലും നമ്മളൊന്ന് കൊടുത്തിട്ടുണ്ടോ അത് ഉറപ്പായിട്ടും ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് വന്ന് ചേർന്നിരിക്കും. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക ഈ കർക്കിടക മാസത്തിൽ. ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവാൻ ഇത് സഹായിക്കുന്നതാണ്. അങ്ങനെ ഞാൻ 5 കാര്യങ്ങൾ അമ്മമാരോട് പറഞ്ഞു. അമ്മമാർക്ക് എല്ലാവർക്കും തന്നെ വളരെ നിസ്സാരമായിട്ട് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേക തയ്യാറെടുപ്പുകൾ ഒന്നും തന്നെ വേണ്ട അല്ലേ. എല്ലാ ദിവസവും നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന
5 കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അമ്മമാരെല്ലാവരും കൂടി മനസ്സിരുത്തി 5 കാര്യങ്ങൾ ഉറപ്പായിട്ടും ഞാൻ ഈ കർക്കിടക മാസത്തിൽ പ്രാവർത്തികമാക്കും എന്ന് മനസ്സിലൊന്ന് ഉറപ്പിച്ചേ. ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി, ഒരു ആത്മവിശ്വാസം അമ്മമാർക്ക് കിട്ടിയില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, മനപ്രയാസങ്ങൾ ഇതെല്ലാം ഈ കർക്കിടക മാസത്തോടു കൂടി പൂർണ്ണമായിട്ടും ഇല്ലാതായി. സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ, നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം അത്രമേൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്ന ഒരു സുപ്രധാന സമയമാണിത്. അത്രയും മഹാഭാഗ്യം നിറഞ്ഞൊരു സമയമാണിത് എന്ന് മനസ്സുകൊണ്ട് വിശ്വസിക്കുക കേട്ടോ. നിങ്ങൾ അമ്മമാരല്ലേ സ്വയം ആദ്യം മനസ്സിൽ ധൈര്യം ആർജിച്ചെടുക്കേണ്ടത്. അതിനുശേഷം വീട്ടിലുള്ള എല്ലാവർക്കും ആ ഒരു ധൈര്യം കിട്ടും അല്ലേ? അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, കർക്കിടകം വരുന്നു എന്ന് കരുതി ആരും ഭയപ്പെടേണ്ടതായിട്ടില്ല. ഇത് തകർച്ചയുടെ മാസമല്ല ഒരിക്കലും. നിങ്ങളുടെ കുടുംബത്തെ സാമ്പത്തിക ഭദ്രതയിലേക്ക് തിരികെ കൊണ്ടുവരാൻ സ്വയം തയ്യാറെടുക്കേണ്ട ഒരു മാസമാണ്. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ഈ ജൂലൈ 17 മുതൽ നിങ്ങളുടെ വീട്ടിൽ കർശനമായിട്ട് അമ്മമാർ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് പാലിച്ചു നോക്കൂ. നിങ്ങളുടെ ഭർത്താവിനും മക്കൾക്കും ധൈര്യം പകരുക. നിങ്ങളൊന്ന് താഴ്ന്നു പോയാൽ, മനസ്സുകൊണ്ട് നിങ്ങളൊന്ന് താഴ്ന്നു പോയാൽ, പതറിപ്പോയാൽ പിന്നെ അവയൊക്കെ ആരാ പിടിച്ചൊന്ന് എഴുന്നേൽപ്പിക്കുക. അതുകൊണ്ട് നിങ്ങൾ ആദ്യം നല്ല പോസിറ്റീവ് എനർജിയിൽ, നല്ല ധൈര്യത്തിൽ, നല്ല വിശ്വാസത്തിൽ നിന്നാൽ മാത്രമേ അവർക്കും ധൈര്യം കിട്ടുകയുള്ളൂ അല്ലേ? അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്യുക. മനസ്സ് തളരാതെ പ്രാർത്ഥനയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും ഈ കർക്കിടകം കഴിയുമ്പോൾ നിങ്ങളുടെ കടങ്ങൾ കുറയുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും, പ്രത്യേകിച്ച് വീട്ടിലെ അമ്മമാർക്ക് ഈ വീഡിയോ ഉടൻ തന്നെ ഷെയർ ചെയ്ത് നൽകുക. അവരുടെ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതം മാറ്റും. വരാൻ പോകുന്ന കർക്കിടകം നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറ്റി ഐശ്വര്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. നന്ദി, നമസ്കാരം.